സന്തോഷമായി മക്കളെ, സന്തോഷമായി. ഏറെ നാളുകൾക്ക് ശേഷം ഫെറാറി നല്ല രണ്ട് ഇന്നോവേഷനുമായിട്ട് വന്നിട്ടുണ്ട്. 2026 F1 സീസണിലെ ഫസ്റ്റ് പ്രീ സീസൺ ടെസ്റ്റിംഗ് ബഹ്റൈനിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആഴ്ച വീണ്ടും സെക്കൻഡ് പ്രീ സീസൺ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഡേ 2 എല്ലാവരും, എന്നാൽ എല്ലാ ടീമുകളും ഫെറാറിയുടെ കാർസിൽ ഒരു പ്രത്യേകത കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറിയുടെ റിയർ വിങ്സിന്റെ എയ്റോ പാർട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റാരും ചെയ്യാത്ത വേറൊരു ഇന്നോവേഷനും കൂടെ ഫെറാറി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ എക്സോസ്റ്റിന്റെ മുകളിലായിട്ട് ഒരു ഫ്ലാറ്റ് സർഫസ് കൂടെ, ഒരു പീസ് കൂടെ വെച്ചിട്ടുണ്ട്, ഒരു മെറ്റൽ പീസ് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ഫെറാറി ഫാൻസ് ഒക്കെ ഭയങ്കര ഹൈപ്ഡായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് അവർ ഇയർ, വി ആർ ബാക്ക്, അങ്ങനെ കുറേ മീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫെറാറിയുടെ ഈ രണ്ട് ഇന്നോവേഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോർമലി ഫോർമുല 1 കാറുകളുടെ റിയർ വിങ്സിലുള്ള DRS, അല്ലെങ്കിൽ ഈ വർഷം തൊട്ട് അതിനെ എയറോ എന്ന് പറയുന്നു. വലിയ ചേഞ്ച് ഒന്നുമില്ല, നേരത്തെ DRS ആയിരുന്നു. ഇതിന്റെ ഒരു കസിൻ പോലെയാണ് പുതിയ എയറോ സിസ്റ്റം. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെറാറിയുടെ ഈ റൊട്ടേറ്റിംഗ് പാർട്ട്, നോർമലി ആ ഒരു പാർട്ടിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സ്ട്രൈറ്റ്സിൽ വരുമ്പോഴത്തേന് ഈ DRS അല്ലെങ്കിൽ ഈ ഒരു എയറോ സിസ്റ്റം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്, അതായത് ആ മൂവിംഗ് പാർട്ട് നിലവിലുള്ള പൊസിഷനിൽ നിന്ന് ഒരു 60 ഡിഗ്രി മാറി എയറിനെ കടത്തി വിടുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു എയർ സ്മൂത്തായിട്ട് കടന്നു പോകുന്നതുകൊണ്ട് അവിടുത്തെ ഡ്രൈവിംഗ് കുറയും. പക്ഷേ ഫെറാറിയുടെ പുതിയ ഇന്നോവേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു സിസ്റ്റം എനേബിൾ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു മൂവിംഗ് പാർട്ട് ഉണ്ടല്ലോ, ഇത് 220 ഡിഗ്രി ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പം ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കും, ഓ ഫെറാറി ഇങ്ങനൊരു സംഭവം ചെയ്തു, മറ്റു ടീമുകളെയൊക്കെ വ്യത്യസ്തമാണ്, വിചാരിക്കും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും മെഴ്സിഡസ് ചെയ്താൽ ആഹാ, ഫെറാറി ചെയ്താൽ ഓഹോ. അങ്ങനെയല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ സീസൺ ടെസ്റ്റിങ്ങിൽ എല്ലാ ടീംസും ഇതേപോലെയായിട്ടുള്ള ക്രേസി ഐഡിയാസ്, എന്തെങ്കിലും ഭയങ്കര യൂണീക്കായിട്ടുള്ള ഡിസൈനിൽ കുറേ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും. ഇതിൻ്റെ ഭാഗമായിട്ട് പണ്ട് 2021 മെഴ്സിഡസിൻ്റെ കാറിൽ സൈഡ് പോർട്സ് ഭയങ്കര നാരോയായിട്ട് കൊണ്ടുവന്നായിരുന്നു. അതേപോലെ റെഡ് ബുള്ളും പണ്ട് വില്യംസും ഒക്കെ ഇതുപോലെയുള്ള ഭയങ്കര യുണീക്കായിട്ടുള്ള, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കുറേ ഇന്നോവേഷൻസ് ഈ ടെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രീ സീസൺ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ടീമുകളെല്ലാം അവരുടെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ്, അവർ R&D ചെയ്ത സമയത്ത് കിട്ടിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് അവരുടെ പാർട്സിലെല്ലാം കൊണ്ടുവന്നിട്ട് അതിൽ നിന്നെല്ലാം ഡേറ്റ കളക്ട് ചെയ്യും. ഈ ഒരു പ്രീ സീസൺ ടെസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അവർക്ക് പല ടൈപ്പ് ഓഫ് അവരുടെ കണ്ടുപിടിച്ചിട്ടുള്ള ഇന്നോവേഷൻ, അവരുടെ എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ള ഇന്നോവേഷൻസ് എല്ലാം അവർക്ക് പരിശോധിക്കാൻ പറ്റിയൊരു ടൈമാണ്. അതുമാത്രമല്ല, ഈ ഫെറാറിയുടെ ഈ ഒരു സിസ്റ്റം, ഈ റൊട്ടേറ്റിംഗ് വിങ് അനുസരിച്ചിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളെല്ലാം ഫെറാറിയുടെ കയ്യിൽ മാത്രമാണ്. അതിപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകണം, ഇതിൻ്റെ ഒരു പവർ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റേസ് ഓസ്ട്രേലിയൻ GP കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതല്ല, അവർക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് വിങ്സ് അനുസരിച്ചിട്ട് നല്ല ഡേറ്റ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഷുവർലി ദേ വിൽ ഗോ ത്രൂ വിത്ത് ദിസ് വിങ്സ്. പിന്നെ അടുത്ത ഇന്നോവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ എക്സോസ്റ്റ് പൈപ്പിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വിങ്ങോടെ കൊടുത്തിട്ടുണ്ട്. അത് മറ്റ് ഒരു കാറിലും അങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടില്ല. അതുമാത്രമല്ല, ഫെറാറി ആ ഒരു റൂൾ ബുക്ക് ഇച്ചിരി കൂടെ പുഷ് ചെയ്ത്, മാക്സിമം പുഷ് ചെയ്ത് അതിനാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയറിനെ ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അതായത് കാറിൻ്റെ മുകളിൽ നിന്ന് വരുന്ന എയറിനെ, എക്സോസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് എയറിനെ ഡിഫ്യൂസറിലേക്ക് അല്ലെങ്കിൽ കാറിൻ്റെ വിങ്സിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഉദ്ദേശം. പിന്നെ ഈ പുതിയ റെഗുലേഷൻസ് വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരും. അതാണ് ഈ സീസണിൽ എല്ലാ ടീംസിനും എന്തെങ്കിലും ഒരു ഭാഗത്ത് സംതിങ് ഇന്നോവേറ്റീവായിട്ട് കാര്യങ്ങളുടെ ഒരു എന്തെങ്കിലും ചേഞ്ചസ്, ഡിസൈൻ ചേഞ്ചസോ അല്ലെങ്കിൽ എഞ്ചിനകത്ത് പവർ യൂണിറ്റിനകത്ത് എന്തെങ്കിലും നല്ല കുറേ ചേഞ്ചസ് കൊണ്ടുവരും. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കോൺസെപ്റ്റ്സും പുതിയ ഡിസൈൻസും ഒക്കെ വന്നാലല്ലേ ഈ റേസ് കാണുമ്പോൾ നമുക്കൊരു ഒരു ഗുണമുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ പണ്ട് മറ്റേ മെഴ്സിഡസ് ഇറ അല്ലെങ്കിൽ റെഡ് ബുള്ളിൻ്റെ ഇറ, അങ്ങനെ ഒരേ ടീം തന്നെ എപ്പോഴും ചാമ്പ്യൻ ആയിക്കൊണ്ടിരുന്ന അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകത്തില്ലല്ലോ, ബോറടിക്കത്തില്ലേ. അതുകൊണ്ട് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഫെറാറിയുടെ ഈ പുതിയ രണ്ട് ഡിസൈൻസിനെ പറ്റി, ഈ പുതിയ രണ്ട് ഇന്നോവേഷൻസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഫെറാറി ഈ ഒരു രണ്ട് ഇന്നോവേഷനുമായിട്ട് സീസണിൽ ഉടനീളം പോവുമോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിസൈൻ വന്ന് അവരതിലേക്ക് പോകുമോ? എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ സന്തോഷമായി. കാരണം ഫെറാറി എന്തെങ്കിലും പുതിയതായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഫെറാറി എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ടൊരു സംഭവം ചെയ്തു.